ഓവർ തിങ്കിങ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ഇടയ്ക്കിടെ എഴുന്നേൽക്കേണ്ടതായിട്ട് വരുന്നു. ഒട്ടേറെ പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ശരിക്കും ഇതിന് കാരണം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാനായിട്ട്. രാത്രിയിലെ ഓവർ തിങ്കിങ് എന്നത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. ആ സമയത്ത് ബ്രെയിൻ മറ്റെല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഫ്രീ ആയതുകൊണ്ട് തന്നെ വറീസിനെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ശരിക്കും ബ്രെയിൻ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് അൺനെസസറി സ്ട്രെസ് ആണ് ഉണ്ടാവുന്നത്. സിമ്പിൾ ആയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയിലെ ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാനും സാധിക്കും, നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വിവിധ തരത്തിലുള്ള തോട്ട്സ് എല്ലാം ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യും. ഉറങ്ങുന്നതിന് മുമ്പ് 4-7-8 എന്ന ടെക്നിക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് വളരെ കാം ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇത് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്താൽ രാത്രിയിലെ ഓവർ തിങ്കിങ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാം ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. 4 സെക്കൻഡിലെ ഇൻഹെയിൽ എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ആൻഡ് 8 സെക്കൻഡിലെ എക്സ്ഹെയിൽ എടുക്കുക എന്നുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണിത്. ഗ്രൗണ്ടിങ് എക്സസൈസ് എന്നത് വളരെ രസകരമായ ഒരു എക്സസൈസ് ആണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത്ഭുതകരമായ എഫക്റ്റ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന 5 തിങ്സിന്റെ പേര് നമ്മൾ കൗണ്ട് ചെയ്യുക. നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുന്ന 4 തിങ്സിന്റെ പേര് കൗണ്ട് ചെയ്യുക. ആൻഡ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന 3 തിങ്സിന്റെ പേര് നമ്മൾ കൗണ്ട് ചെയ്യുക. സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്ന 2 തിങ്സിന്റെ പേര് കൗണ്ട് ചെയ്യുക. ആൻഡ് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന 1 തിങ്ങിന്റെ പേര് കൗണ്ട് ചെയ്യുക. ബെഡ് ടൈം അഫർമേഷൻസ് ഗുഡ് സ്ലീപ്പിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗമാണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നിനും സാധിച്ചില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് കുറെ നെഗറ്റീവ്സ് വന്നു എന്നൊക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ നെഗറ്റീവ് ഡേയ്സിൽ ചിന്തിക്കുക. അതിന് പകരമായിട്ട് ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ടുഡേ, മൈ മൈൻഡ് ഡിസേർവ്സ് റെസ്റ്റ്. എനിക്ക് സാധ്യമായ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്, ഇനി എന്റെ മനസ്സിന് റെസ്റ്റ് ആണ് ആവശ്യം. ഇങ്ങനെ ബെഡ് ടൈം അഫർമേഷൻസ് നടത്തുന്നതിലൂടെ വളരെ നല്ല രീതിയിൽ ഓവർ തിങ്കിങ് കുറയ്ക്കാനും ഗുഡ് സ്ലീപ്പിനും നമ്മളെ സഹായിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നത്തെ രാത്രിയിലെ ഓവർ തിങ്കിങ് മൂലം ഒരിക്കലും നാളത്തെ പ്രശ്നങ്ങൾ സോൾവ് ആകാനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. കാം യുവർ മൈൻഡ്, ട്രസ്റ്റ് യുവർ പ്രോസസ്, അലോ യുവർ സെൽഫ് ടു റെസ്റ്റ്.